ഇംപ്ലാന്റ് എന്നുള്ളത് എങ്ങനെയാണ്? ഒരു പെയിൻഫുൾ കണ്ടീഷൻ ആണോ അല്ലെങ്കിൽ പെയിൻഫുൾ ട്രീറ്റ്മെന്റ് ആണോ? ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംശയം പെയിൻഫുൾ ആണോ, വേദനാജനകമാണോ എന്നുള്ളതാണ്. സ്ക്രൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേഷ്യൻസിന് ഒരു ഭയം ഉണ്ടാവും. ഇതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പല്ലെടുക്കുമ്പോൾ സാധാരണ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ അഥവാ മരവിപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഡെന്റൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതിനെക്കാട്ടിലും വേദന കുറവും ബുദ്ധിമുട്ട് കുറവും ഉള്ള രീതിയായിരിക്കും. ഇത് പറയുമ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ കൂടുതൽ ആക്യുറസി മെത്തേഡ്സ് ഉണ്ട്. മുൻപ് കാലത്തൊക്കെ ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസ് ഇതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതും കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്തതും. പക്ഷേ ഇപ്പോൾ പ്രീ പ്ലാനിങ് നടക്കും. പ്രൊസീജിയർ എല്ലാം ടൈം കുറയുവാണ്. നമുക്ക് കൂടുതൽ ആക്യുറസിയിൽ പെട്ടെന്ന് തന്നെ കാര്യക്ഷമതയോടെ ഇംപ്ലാന്റ് ആണെങ്കിലും പ്ലേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു 5 വർഷം മുന്നത്തെ രീതി അല്ല ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇംപ്ലാന്റ് ഒരു നല്ല ട്രീറ്റ്മെന്റ്. ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും? ക്രിയേറ്റർ തന്നേക്കുന്ന പല്ല് മാറി നമ്മളൊരു മാൻമെയ്ഡ് അല്ലെങ്കിൽ നാച്ചുറലിൽ നിന്ന് മാറുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ മെയിൻ്റനൻസ് നമുക്ക് നോക്കി നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ആദ്യം തന്നെ പറയാനുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഓറൽ ഹൈജീൻ, അതായത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പം ഡെന്റൽ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം ടൈറ്റാനിയം സ്ക്രൂ നമ്മൾ താടിയലിൽ വെച്ചതിന് ശേഷം അത് നമ്മൾ കുറച്ച് മാസങ്ങൾ 5 to 6 മാസങ്ങൾ വരെ നമ്മൾ അത് വെയിറ്റ് ചെയ്യും. കാരണം ഈ എല്ലുമായിട്ട് ഈ സ്ക്രൂ ചേരണം. അതിനുശേഷമാണ് നമ്മൾ അതിന് മുകളിൽ ക്രൗൺ വെക്കുന്നത്. ഈ ക്രൗൺ വെച്ച് കഴിഞ്ഞ് പേഷ്യന്റ് ബാക്കിയെല്ലാം നോർമലായി എന്ന് വിചാരിക്കുകയല്ല, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് അതിനെ ക്ലീനിങ് ചെയ്യണം. അതായത് ഫ്ലോസിങ്, വാട്ടർ ഫ്ലോസിങ്, ഇന്റർഡെന്റൽ ബ്രഷ് മുതലായ എക്സ്ട്രാ നമ്മൾ നോർമൽ ടൂത്ത് ബ്രഷ് അല്ലാതെ ഒരു എക്സ്ട്രാ കെയർ എടുത്ത് പേഷ്യന്റ് അത് നന്നായിട്ട് നിലനിർത്താനും കൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അതിനൊരു ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്.